ചേട്ടാ, ഇവിടെ ഈ ചെങ്കൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം എവിടെയാണ്? ചേച്ചി, ഇവിടെ ഈ കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാ? ഇവിടെ മുകളിലല്ലേ? ശരി. എത്ര ദൂരമുണ്ട്? ചേച്ചി, ഇത് ഇന്ന് അടവാണോ? ഞായറാഴ്ച ദിവസം എല്ലാ ഞായറും തുറക്കൂല, ചില ദിവസമേ തുറക്കും. അല്ലാത്ത ദിവസങ്ങളിലാണേലോ എത്ര മണി വരെ ഉണ്ടാവും? 5 മണി വരെ. ഇതാണ് ചെങ്കലിലെ കുടുംബാരോഗ്യ കേന്ദ്രം. പൂട്ടിക്കിടക്കുകയാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഉച്ചവരെയും അല്ലാത്ത ദിവസങ്ങളിൽ വൈകിട്ടൊരു 4 മണി 5 മണി വരെയൊക്കെ ഇവിടുത്തെ പ്രവർത്തനം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഇവിടെ ചികിത്സിക്കാനായി ആരും എത്തില്ല, ചികിത്സിക്കാൻ ഇവിടെ ആരും ഉണ്ടാകുകയുമില്ല. ചെങ്കലിൻ്റെ ഈ പരിസര പ്രദേശങ്ങളിൽ മറ്റ് സർക്കാർ ആശുപത്രികളൊന്നും ഉണ്ടായിരുന്നില്ല. പാറശാലയിലെ ആശുപത്രിയിലേക്ക് അടക്കമാണ് ഇവിടെയുള്ള ആളുകൾ ചികിത്സ തേടി പോയിരുന്നത്. അങ്ങനെ നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് 25 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു PHCക്ക് തുടക്കം കുറിച്ചു. അതിനുശേഷം പിന്നീട് 2012 ആകുമ്പോൾ കിടത്തി ചികിത്സയ്ക്കുള്ള സംവിധാനം കൂടി വേണമെന്നൊരാവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുകയും സർക്കാർ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ പിന്നിൽ കാണുന്ന 2 നിലയുള്ള കെട്ടിടത്തിൽ 50 പേർക്ക് കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമുണ്ടാകുന്നത്. മാത്രമല്ല, അന്ന് നല്ല രീതിയിൽ ഇത് നടന്നു പോരുകയും ചെയ്തിരുന്നു. സർക്കാർ ആരോഗ്യവകുപ്പ് ഇവിടേക്ക് കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കുകയും ചെയ്തതാണ്. പക്ഷേ കോവിഡിന് ശേഷം ഈ ആശുപത്രിയുടെ അവസ്ഥ ഇതിപ്പോൾ 5 വർഷം കൊണ്ട് ഇതേ കടയിൽ കിടക്കുകയാണ്. ഇവിടെ ആരുമില്ല, ആളുകൾക്ക് മരുന്നില്ല, ഗുളികയില്ല, എല്ലാം വരുന്നവരെല്ലാം പുറത്തു പോവുകയാണ്. കിടത്തി ചികിത്സയൊക്കെ ഉണ്ടായിരുന്നു. ഈ കൊറോണ കഴിഞ്ഞോണ്ടി പിന്നെ അത് മാറിയതാണ്. ഇപ്പോൾ ജനങ്ങളെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ്. ആർക്കും ഇതില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നശിച്ച് കിടക്കുന്നത്. അടിസ്ഥാന സൗകര്യമില്ലായ്മ എന്ന പ്രശ്നം നേരിടുന്ന ഒരുപാട് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും ആശുപത്രികളുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇവിടെ ആ പ്രശ്നമില്ല. അടിസ്ഥാന സൗകര്യം ആവശ്യത്തിൽ അധികമുണ്ട്. കാരണം 2 ഡോക്ടർമാരെ കൊണ്ട് ഇവിടെ എത്ര പേർ വന്നാലും ചികിത്സിക്കാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. നേരത്തെയൊക്കെ 500ഓളം പേർ ചികിത്സയ്ക്കായി ഇവിടെ എത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ OPയിൽ എത്തുന്നത് 100ഉം 120ഉം പേർ മാത്രമാണ്. കോടികൾ മുടക്കി ഉണ്ടാക്കിയ കെട്ടിടത്തിൻ്റെ കണക്ക് പറഞ്ഞ് വികസന നേട്ടം അവതരിപ്പിക്കുന്ന ആരോഗ്യമന്ത്രിയെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. കെട്ടിടം ഉണ്ടാക്കണം എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ കെട്ടിടം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമായില്ല, ആ നാട്ടുകാർക്ക് അതിൻ്റെ ഗുണം ലഭിക്കുക കൂടി വേണം. അതിനാൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഒക്കെ അടിയന്തരമായി ഇടപെട്ട ഇവിടെ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യമൊരുക്കണമെന്നാണ് പറയാനുള്ളത്. നെല്ലിമുരുകനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.